പ്രവാസ ലോകത്തേക്ക് കാലം തള്ളിയിട്ട ചില മനുഷ്യർ അവർ സ്വന്തമായി വെട്ടിയെടുത്ത പാതയിലൂടെ നടന്നു മുന്നേറി. അതിന് ഉത്തമ ഉദാഹരണമാണ് ഖത്തറിലെ മറുനാടൻ മലയാളിയായ ശാസ്താംകോട്ടക്കാരൻ ശ്രീ KRG പിള്ളൈ. ഖത്തറിലെ വളരെ പ്രശസ്തമായ പ്രോഗ്രസീവ് ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് കമ്പനിയുടെ ഉടമയാണ് ശ്രീ KRG പിള്ള. കേരളത്തിലെ ശുദ്ധജല തടാകത്തിന്റെ നാടായ ശാസ്താംകോട്ടയ്ക്കടുത്ത് മുതുപിലാക്കാടാണ് ഇദ്ദേഹത്തിന്റെ നാട്. ജീവിക്കാൻ ഒരു മാർഗം എന്ന ലക്ഷ്യവുമായി തന്റെ 18-ാം വയസ്സിൽ മുംബൈക്ക് വണ്ടി കയറിയ ആ കൗമാരക്കാരൻ ഇന്ന് നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന തന്റെ സ്വന്തം സ്ഥാപനത്തിലിരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കും ഒപ്പം ചേരാതിരിക്കാൻ കഴിയില്ല. നാടുവിട്ട് ബോംബെ വന്ന് അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു കൊച്ചൊരു ചെറുക്കൻ്റെ ഒരു ഫേസ്. അങ്ങനെ പലയിടത്തും ജോലിക്ക് ചെല്ലുന്ന അവസരത്തിൽ അവർ അതായത് 18 വയസ്സില്ല എന്നും പറഞ്ഞിട്ടൊക്കെ ജോലി റിഫ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലയിടത്ത് ചെല്ലുന്ന അവസരത്തിൽ എക്സ്പീരിയൻസ് ഇല്ല എന്നും പറഞ്ഞിട്ട് ജോലി റിഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അവസാനം ഒരു ജോലി കിട്ടി. പിന്നെ ഒരു 5-6 ദിവസം ജോലി ചെയ്തപ്പോഴത്തേക്കിന് എൻ്റെ കൂടെയുള്ള ഒരു കൊളീഗിൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം എന്നെ ആ മാനേജർ ആ ജോലിയിൽ നിന്ന് പറഞ്ഞയച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ജോലി കിട്ടി അങ്ങനെ പല ജോലികൾ ചേഞ്ച് ചെയ്ത്. ബിക്കോസ് എപ്പോഴും നമുക്ക് അതായത് കൂടുതൽ ശമ്പളം കിട്ടണം, മുകളിലോട്ട് പോകണം എന്നുള്ളൊരു ചിന്താഗതി കാരണം അങ്ങനെ ഞാൻ പിന്നെ പ്രിസിഷൻ ഫാസ്റ്റനേഴ്സ് എന്നും പറഞ്ഞൊരു കമ്പനി താനാ ബെലാപൂർ റോഡിൽ അവിടെ അതായത് സെക്രട്ടറി ടു ജനറൽ മാനേജർ വർക്ക്സ് അങ്ങനെ ജോലിക്ക് കയറി. ഒടുവിൽ ഒരു അഡ്വക്കേറ്റിന്റെ കൂടെ കിട്ടിയ സ്റ്റെനോഗ്രാഫർ ജോലി ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് എന്ന വിശാലമായ ഭാഷയെ കൂടുതൽ അറിയാനും അതുവഴി ശാസ്താംകോട്ട എന്ന ഗ്രാമത്തിനപ്പുറം മുംബൈ എന്ന വിശാലമായ ലോകത്തെ കണ്ണു തുറന്നു കാണാനും അറിയാനും അവസരം നൽകി. സ്റ്റെനോഗ്രാഫറായിട്ടായിരുന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഒരു പരിജ്ഞാനം സംഭവിച്ചത് അഡ്വക്കേറ്റിൻ്റെ കൂടാണ്. ജോലിയിലുള്ള പെർഫെക്ഷൻ കൈവരിച്ചത് കൺസൾട്ടൻറ്റിൻ്റെ കൂടെ. അതായത് കുത്തിനും കോമായ്ക്കും ഒക്കെ ബഹളം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് മുംബൈയിൽ തന്നെ ലോട്ടറി ക്ലബ്ബിൽ ഓഫീസ് സെക്രട്ടറിയായി ജോലി ചെയ്തത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ ഒരു പുതിയ ദിശാബോധമുണ്ടാക്കാൻ ഇടയാക്കിയെന്ന് ഇദ്ദേഹം ഓർക്കുന്നു. റോട്ടറി ക്ലബ്ബ് 2 എന്നെ ഉള്ളായിരുന്നു ബോംബെയിൽ. ഈ റോട്ടറി ക്ലബ്ബ് അത് എൻ്റെ ജീവിതത്തിൽ കുറേ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പ്രസ്താവന. കാരണം ബോംബെയിലെ ടോപ്പ് ബിസിനസ്മെന്മാർ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ന്യൂസ് പേപ്പർ എഡിറ്റേഴ്സ് ഇമാതിരിയുള്ള ഒരു വലിയൊരു സമൂഹമായിരുന്നുള്ളതാണ്. അപ്പം അത് അവിടെ കയറുന്ന അവസരത്തിൽ സ്റ്റിൽ ഐ വാസ് എ ജൂനിയർ ഗൈ. അപ്പോൾ ആ അതായത് അതിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ടായിരുന്നു ജോയിൻ ചെയ്തത്. അപ്പോൾ ആ ഓഫീസ് സെക്രട്ടറി ആയിട്ട് അതൊരു വലിയൊരു സീനിയർ ഒരു ജോബാണ്. അപ്പോൾ എന്നെ കൊണ്ടിരുത്തി വലിയൊരു ക്യാബിനിൽ കൊണ്ടിരുത്തി ഒരു വലിയ ഗ്ലാസ് ടോപ്പ് ഇട്ടുള്ള ടേബിളും ചെയറും ഒക്കെ കണ്ടപ്പോഴേ ഞാൻ വരണ്ടു പോയെന്നുള്ളതാണ്. അപ്പോൾ ഈ സെക്രട്ടറി എല്ലാ ദിവസവും വരും, കുറേ ജോബ് പറയും, ഞാനിതെല്ലാം കേൾക്കും. പിന്നെ അദ്ദേഹം പോയി കഴിയുമ്പോഴത്തേന് പകുതി അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങ് പോകും. ഇങ്ങനായി ഒരു 2-3 മാസം കഴിഞ്ഞ അവസരത്തിൽ ഇൻഫാക്റ്റ് ഐ വാസ് എ ഫെയിലുവർ. അപ്പം ഒരു ഡോക്ടർ ശിരീഷത്ത് എന്നും പറഞ്ഞ് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നുള്ള ഒരു ഫേമസ് ഗൈനക്കോളജിസ്റ്റ് ഒരു ദിവസം പുള്ളിയുടെ പ്രൈവറ്റ് ക്ലിനിക്കിലേക്ക് വിളിച്ച് ചോദിച്ചു, ഐ സോ യുവർ CV, ഇറ്റ് വാസ് എ പെർഫെക്റ്റ് CV, ഹൗ യു ആർ എ ഫെയിലുവർ സോ ഫാർ. അപ്പോൾ ഐ ഹാഡ് നത്തിങ് ടു എക്സ്പ്ലെയിൻ. ഓഫ് കോഴ്സ് ഐ ഹാഡ് പ്രോബ്ലം ഇൻ ദി ഓഫീസ്. പക്ഷേ പുള്ളി എന്നിട്ട് ഒരു ഡയറി എടുത്ത് എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞ്, അതായത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി അത് എഴുതിയിടുക ഡയറിയിൽ ഓൺ എ ഡെയിലി ബേസിസ്. വാട്ട് യു കൻ അക്കംപ്ലിഷ് യു റിമൂവ് ഇറ്റ്, വാട്ട് യു കുഡ് നോട്ട് അക്കംപ്ലിഷ് ക്യാരി ഫോർവേഡ് ടു ദി നെക്സ്റ്റ് ഡേ. അത് ശേഷം ഐ നെവർ ലുക്ക്ഡ് ബാക്ക്. പിന്നീടാണ് ഖത്തറിലെത്തുന്നത്. അവിടെ ടൈസീർ കമ്പനിയിൽ 1997 മുതൽ 2006 വരെ ജോലി ചെയ്യുകയും ചെയ്തു. ചുറുചുറുക്കോടെയും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയുമുള്ള പ്രവർത്തനം ഇദ്ദേഹത്തെ കമ്പനി ഉടമയുടെ വിശ്വസ്തനാക്കി. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഖത്തറിൽ വന്ന് ജോലി ചെയ്ത കമ്പനി ഇതാണ്. ഇത് അബ്ദുറഹ്മാൻ മന്നായി എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഓൺ ചെയ്യുന്നത്. ദി എൻ്റയർ ഫാമിലി, ദേ ആർ വൺ ഓഫ് ദി ബെസ്റ്റ് പീപ്പിൾ ഐ ഹാവ് എവർ സീൻ. 21 years I worked there. ഞാൻ വിടുന്ന അവസരത്തിൽ ഐ വാസ് ഓഫീസ് മാനേജർ ഫോർ ദി ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് തൈസർ ഗ്രൂപ്പ്. ലൈഫിലൊരു കരിയർ അഡ്വാൻസ്മെൻ്റ് എന്നോ ഒക്കെ പറയാവുന്നത്
തൈസീറിൽ എൻ്റെ ബോസ് കഫേ ബത്തീൽ ബേക്കറി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങി. അപ്പോൾ അത് പുള്ളിയുടെ പ്രൈവറ്റ് ബിസിനസ്സായിരുന്നു. ആ പ്രൈവറ്റ് ബിസിനസ്സിൽ, അതായത് അത് കൺസീവ് ചെയ്ത സമയം മുതൽ ഡെലിവറി വരെ ഐ വാസ് ദെയർ. അപ്പോൾ അതിൻ്റെ ഐ ടുക്ക് കെയർ ഓഫ് ദി എൻറ്റയർ തിങ്, ഇൻക്ലൂഡിങ് ഫൈനാൻസ്, അഡ്മിനിസ്ട്രേഷൻ, റിക്രൂട്ട്മെൻറ്റ്, എവറിഥിങ്. അങ്ങനെ ടൈസീർ എന്ന ഖത്തറിലെ ലീഡിംഗ് കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ കസേരയിലെത്തുകയും അവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ സ്പോൺസറുടെ അനുഗ്രഹത്തോടെയും അനുവാദത്തോടെയും സ്വന്തമായി ഒരു മാൻ പവർ കൺസൾട്ടിംഗ് കമ്പനി ആരംഭിക്കുകയും ചെയ്തു ഇദ്ദേഹം. പക്ഷേ ഞാൻ ഈ ബിസിനസ്, അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈവൻ ഇന്ത്യയിൽ തുടങ്ങുന്നതിന് ഞാൻ എൻ്റെ അന്നത്തെ തൈസീലുള്ള എൻ്റെ ബോസന്മാരോട് ഞാൻ പറഞ്ഞു, ദി ബേസിക് ഐഡിയ, അതായത് ഐ വാണ്ട് ടു ബി ടോട്ടലി ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഓണസ്റ്റ്. I don't want somebody to go and tell them that, Pillai is working here in the administration and he started this business because, maybe there is a conflict of interest or something. Maybe because I am an influential position, I can influence somebody, take business to my company. So I don't want, somebody to pinpoint at me. അപ്പോൾ എൻ്റെ ബോസന്മാർ എന്നോട് പറഞ്ഞു, ഓക്കെ, യു കണ്ടിന്യൂ വിത്ത് ദി ബിസിനസ്, ദർ ഇസ് നോ പ്രോബ്ലം. അവരുടെ ബ്ലെസ്സിങ്സോട് കൂടിയാണ് ഞാൻ തുടങ്ങിയത്. രണ്ടായിരത്തി മുംബൈയിൽ ആരംഭിച്ച പ്രോഗ്രസീവ് എന്ന തന്റെ സ്ഥാപനം ഇതുവരെ ഏതാണ്ട് 25,000-ഓളം പേർക്ക് വിവിധ സ്ഥലങ്ങളിലായി ജോലി നൽകിക്കഴിഞ്ഞു. കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ തന്റെ നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്നിട്ടുള്ള വ്യക്തിയാണ് ശ്രീ പ്രദീപ് എന്ന് ഇദ്ദേഹം ഓർക്കുന്നു. ഖത്തറിൽ പ്രോഗ്രസീവ് കാറ്ററിംഗ് ബിസിനസ്സാണ് തുടങ്ങിയത്. തുടർന്ന് ട്രേഡിംഗിലേക്കും കടന്നു. 2016 സ്വസ്തി മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമി കൂടി തുടങ്ങി. ഇതിന്റെ ചുമതല പിള്ളയുടെ മരുമകളും ചലച്ചിത്ര താരവുമായ ലക്ഷണയാണ്. ഞങ്ങളുടെ സീസണൽ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ വരുന്നത് സിനി ഫീൽഡിലും മ്യൂസിക് ഡാൻസ് ഫീൽഡിലുമുള്ള സെലിബ്രിറ്റീസ് ആൻഡ് സ്റ്റാർസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലുള്ള സെലിബ്രിറ്റീസുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാവും. കൂടുതൽ പഠിക്കാനും അവരിൽ നിന്ന് കൂടുതൽ അറിവ് നേടാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ടാലൻസിന് സിനി ഡാൻസ് മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കി കൊടുക്കും. ഓരോ ആർട്ട് ഫോംസിൻ്റെയും പെർഫെക്ഷന് ഒരു ഇൻറ്റേർണൽ ഡെവലപ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഡാൻസിന് ഫ്ലെക്സിബിലിറ്റി. ഡാൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യോഗ ട്രെയിനിങ് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുക്കി കൊടുക്കും. ഞങ്ങളുടെ അക്കാഡമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്ടിങ്ങിൽ ടാലൻറ്റഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്സ്, എക്സ്പേർട്ട് വർക്ക്ഷോപ്സ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ മോഡലിങ്ങിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുള്ള ഒരു ഗ്രൂമിംഗ് സെഷൻ, അതും ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസിലുണ്ട്. മകൻ ഡോക്ടർ സജിത്ത്. സ്വസ്തി അക്കാഡമി ദോഹയിൽ അബുഹമൂർ എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഏപ്രിൽ 2016 സ്വസ്തിയുടെ ഓപ്പറേഷൻസ് തുടങ്ങിയത്. ഇത് നയിക്കുന്നത് എൻ്റെ വൈഫ് ലക്ഷണയാണ്. ഞങ്ങളിവിടെ ക്ലാസിക്കൽ ഡാൻസ്, വെസ്റ്റേൺ ഡാൻസ്, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക്, യോഗ എന്നീ പ്രോഗ്രാംസിനുള്ള കോഴ്സസാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. 2016 ഏപ്രിലിൽ ഞങ്ങൾ തുടങ്ങുമ്പോൾ അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ എത്തിയിരുന്ന സുരേഷ് ഗോപി സാറും നവ്യ നായരും ആയിരുന്നു. ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സ്വസ്തിക്ക് ദോഹയിൽ ഒരു നല്ലൊരു പേര് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാനമായ കാരണം എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ടീച്ചിങ്, ഡീപ്പായിട്ടുള്ള ട്രെയിനിങ്, സ്റ്റുഡൻസിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ടാലൻറ്റ് മനസ്സിലാക്കിയിട്ട് ഉള്ള രീതിയിലുള്ള ഒരു ട്രെയിനിങ് അത് തന്നെയാണ്. അത് മാത്രമല്ല, ഞങ്ങൾ നല്ല
ടീച്ചേഴ്സിനെ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള രീതിയിലുള്ള ഒരു ഓപ്പറേഷനാണ് സ്വസ്തിയുടേത്. അപ്പോൾ എല്ലാ കോഴ്സസിനും അതിനായിട്ടുള്ള പ്രൊഫഷണൽസ്, എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽസ്, എസ്പെഷ്യലി പഠിപ്പിക്കാൻ കഴിവുള്ള എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽസിനെയാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ അടുത്തുള്ള സ്റ്റുഡൻസിനും അവരുടെ പേരൻസിനും അവരുടെ ഫാമിലീസിനൊക്കെ സ്വസ്തിയോടുള്ള ഒരു ലോയൽറ്റിയും അപ്രീസിയേഷനും തോന്നാനുള്ള കാരണം. മകൻ്റെ വൈഫ് ഷീസ് ഫ്രം ദി ഫിലിം ഫ്രറ്റേണിറ്റി. അപ്പം പുള്ളിക്കാരി ഒരു അക്കംപ്ലിഷ്ഡ് ഡാൻസറാണ്. അത് എൻ്റെ മകനാണ് അത് മാനേജ് ചെയ്യുന്നത്. മകളും ഭാര്യയും അമേരിക്കയിലാണ്. ആഴം തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത തടാകമാണ് ശാസ്താംകോട്ടക്കായൽ. അതുപോലെ അടങ്ങാത്ത ആത്മവിശ്വാസത്തിന്റെ, ആഴം തിട്ടപ്പെടുത്താനാകാത്ത മനക്കരുത്തുമായി മുംബൈയിലേക്ക് വണ്ടികയറിയ 18കാരന്റെ ചങ്കൂറ്റം ഇന്ന് ദോഹയിലെ പ്രോഗ്രസീവ് എന്ന ഈ കമ്പനിയുടെ അമരത്തിരിക്കുമ്പോൾ ഒരു വലിയ ലോകം ഈ ആത്മവിശ്വാസത്തിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. ഇതുപോലെയുള്ള ആത്മവിശ്വാസവും അശ്രാന്ത പരിശ്രമവും വ്യക്തമായ ലക്ഷ്യവുമാണ് നമുക്ക് മാതൃകയാകേണ്ടത്. ശ്രീ പിള്ളയ്ക്കും കുടുംബത്തിനും എല്ലാ വിജയങ്ങളും ഇനിയുമുണ്ടാകട്ടെ. അത് മലനാടിന് അഭിമാനമാകട്ടെ.